ഞാൻ ആദ്യമേ ചോദിക്കാൻ വരുന്നത്, ഇപ്പോ സർവകലാശാലയിൽ വേടന്റെ പാട്ട് സിലബസിൽ ഉൾപ്പെടുത്തിയ വാർത്ത ഞാൻ ഇന്നലെ വൈകുന്നേരം വായിച്ചു. അതെ, ആ പാട്ട് സർവകലാശാലയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയപ്പോൾ അതിനോട് ചേർന്നുള്ളത് എനിക്ക് തോന്നുന്നു just don't care us. They don't really care about us. All I wanna say is that they don't really care about us. ആ പാട്ടാണ്. അപ്പോ രണ്ട് റാപ്പ് മ്യൂസിക്കുകളുടെ അല്ലെങ്കിൽ രണ്ട് മ്യൂസിക്കുകളുടെ താരതമ്യ പഠനമാണ് അവർ പ്രധാനമായിട്ട് സിലബസിൽ ഉന്നയിച്ചിരിക്കുന്നത്. വേടൻ പക്ഷേ യൂണിവേഴ്സിറ്റിയിലും കോളേജിലും പോയി പഠിച്ചിട്ടില്ല അല്ലേ? വേടന്റെ പാട്ട് സർവകലാശാലയുടെ പാഠ്യപദ്ധതിയിൽ വരുന്നു. അങ്ങനെ വന്നു എന്നറിഞ്ഞപ്പോൾ എന്താ തോന്നിയത്? ഞാൻ എന്റെ സുഹൃത്തുക്കൾ, എന്റെ സഹോദരന്മാരുടെ അടുത്ത് പറയും, നിങ്ങൾ കണ്ടോ, ഒരു ദിവസം ഞാൻ മരിച്ചു പോകുമ്പോഴെങ്കിലും എന്നെ കുറിച്ച് 10ാം ക്ലാസ് പാഠപുസ്തകത്തിലെങ്കിലും പിള്ളേർ പഠിക്കുമെന്ന് പറയാറുണ്ട്. ഞാൻ ഇടയ്ക്ക് വെറുതെ അതെ, ഞാൻ വെറുതെ കോമഡി അടിക്കാൻ വേണ്ടി പറയണാണ് പിള്ളേരുടെ അടുത്ത്. അപ്പൊ ഇതേമാതിരി ഇത് ഞാൻ എപ്പോഴും പറയാറുള്ള എന്റെ സുഹൃത്തുണ്ട് ഹൃദിക്. അപ്പൊ ഹൃദിക്കാണ് ഏർലി മോർണിംഗ് എനിക്ക് ഇത് അയച്ചു തരുന്നത്, കാണുന്നു പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആരുടെ അടുത്തൊന്നും പറഞ്ഞതിൽ നമുക്ക് ഭയങ്കര സന്തോഷമായി. അത് നമ്മളെ കുറിച്ച് പഠിക്കുക. യൂണിവേഴ്സിറ്റിയിലെ MA പഠിക്കുന്ന വിദ്യാർത്ഥികൾ വേടന്റെ പാട്ടിനെ കുറിച്ചും അത് മൈക്കിൾ ജാക്സന്റെ പാട്ടുമായിട്ട് അല്ലേ എങ്ങനെയാണ് താരതമ്യം ചെയ്ത് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ വേടൻ ഒരു പഠന വിഷയമായി മാറുന്നു എന്നതാണ്.